ബാർ. ശശി, ഞാൻ ഇന്നലെ രാത്രി ബാർ പോയായിരുന്നു. അവിടെ വെച്ച് എന്റെ ഫോൺ മറന്നുപോയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഞാനും നിന്റെ കൂടെ വരാം. ഞാൻ പോകുന്നത് ബാറിലേക്കാ. ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. നീ ഇവിടെ ഇരിക്കും. ഞാനും കൂടെ വരാന്ന് പറഞ്ഞത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനാ. ഫോൺ തിരിച്ചു കിട്ടുമ്പോൾ നീ എല്ലാം ഡിലീറ്റ് ചെയ്യുന്ന എന്ത് ഉറപ്പാണുള്ളത്? പോയാലോ മിസ്? ഓക്കെ മിസ്റ്റർ. Anytime, anywhere. എക്സ്ക്യൂസ് മീ. യെസ് സാർ. ഇന്നലെ ഞാൻ ഇവിടെ വന്ന് കുടിച്ചായിരുന്നു. ബാറിൽ പിന്നെ എല്ലാവരും കുടിക്കാല്ലേ സാർ വരുന്നത്? എന്റെ ഫോൺ ഇവിടെ വെച്ച് മിസ്പ്ലേസ് ആയി പോയി. ഓ, അത് നിങ്ങളുടെ ഫോണായിരുന്നല്ലേ? ആ അതെ, എന്റെയാ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. താങ്ക് ഗോഡ്. നീ എവിടെയാണോ ഫോൺ വെച്ചിരിക്കുന്നത്? താഴെ ലോക്കറിലാ. ഇത് എന്റെ ഫോണല്ല, എന്റെ ഐഫോണാ. ഈ ഫോണാ സാറാ ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് കിട്ടിയേ. അതും സാർ ഐഫോണാന്നല്ലേ പറഞ്ഞത്. കിട്ടിയ ആരും തരുമോ സാറേ? സാറേ നിൽക്കേ. ഹലോ, 10% കൂടുതൽ ഡിസ്കൗണ്ട് തരാൻ പറ്റില്ല സാർ. ഹലോ, ബോയ്സ് ബോയ്സ്, ഹലോ. ഐ എം സോറി. എന്റെ ഫോണാന്ന് വിചാരിച്ചു പോയി. ഐ എം സോറി. ഏതെങ്കിലും ഒരു ഐഫോൺ കണ്ടാലുടനെ അത് സാറിന്റെ ഐഫോണാന്ന് കരുതുന്നത് ശരിയാണോ? സോറി. ഇറ്റ്സ് ഓക്കെ, റിലാക്സ് ബോയ്സ്. ശശി, നിന്റെ ഫോണും തന്നെ. ചേട്ടാ, ദേ ഫോൺ വരുന്നുണ്ട്. എടാ വണ്ടി നിർത്തി. ആരോ ശശികലയുണ്ട്, എടുത്തു നോക്കാം. ഹലോ. ചേട്ടാ, ദേ കൊട പിടിക്കാം. എടാവേ നീയാണോ? എന്താ കാര്യം പറ. രാത്രി നീ എന്റെ ഫോൺ എങ്ങനെ എടുത്തായിരുന്നു? നിന്റെ ഫോൺ കാണോ ഞാൻ എടുത്തോണ്ട് വന്നേ? ഇല്ലടാ, ഇത് എന്റെ ഫോണാ. എന്താ എന്ത് പറ്റി? ഇന്നലെ രാത്രിയില് എന്റെ ഫോൺ മിസ്സായടാ. എടാ നാറി, നിന്റെ കൂടെ കുടിച്ചതിന് നീ എന്നെ കള്ളനാക്കോ അല്ലേ? നീ എടുത്തെന്നല്ല. എന്തിനാടാ ടെൻഷൻ അടിക്കുന്നേ? ആ ഫോൺ പോയാ വേറൊന്ന് വാങ്ങ്. എന്റെ പ്രശ്നം ഫോൺ പോയതിലല്ലടാ. പിന്നെ സെൽഫി പോയനാണോ? അത് പിന്നൊരെണ്ണം എടുത്താ പോരടാ. അതിനകത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രൈവറ്റ് വീഡിയോ ഉണ്ടടാ. വീഡിയോയോ? എനിക്കൂടെ നയിക്കടാ. ഡാ, സോറിടാ, സോറി. വീഡിയോ ഒന്ന് കേട്ടപ്പോ പെട്ടെന്നൊരു ആവേശത്തിന് ചോദിച്ചു പോയതാ. നിന്റെ അന്ന് ഓർക്കാതെ. എന്നാലും എന്തിനാ അങ്ങനെ കെടുക്കാൻ പോയെ? ആൾക്കാരുടെ സ്വഭാവം എന്താണെന്നറിയാലോ. ആൾക്കാരെ വിട്. നമ്മൾ തന്നെ ഇതൊക്കെ സ്ഥിരമായിട്ട് കാണാറുള്ളതല്ലേ. നമ്മൾ കാണുമ്പോ പോലും എന്തിനാ ഇങ്ങനെയുള്ള വീഡിയോ എടുക്കുന്നത് നമ്മൾ ചോദിക്കാറില്ലേ? എന്നിട്ട് നീ ഈ വീഡിയോ ഒക്കെ എന്തിനാടാ എടുക്കാൻ പോയെ? എന്താടി ഇത്? ഓഫീസിൽ നിന്നെ കണ്ട എല്ലാരും വരയ്ക്കും. നീയാണോ ഇവിടെ കിടന്ന് വരയ്ക്കുന്നത്? ഫീവർ വന്നാ ഇങ്ങനെയാ. ടാബ്ലറ്റ്സ് വാങ്ങിച്ചോണ്ട് വന്നു. ഇതേ കൊണ്ടുവന്നു. എന്റെ അതുപോട്ടെ, ടാബ്ലറ്റ് എപ്പോഴാ കഴിക്കണ്ടെന്ന് നിനക്കറിയോ? ഫീവർ ഉള്ളപ്പോ. അങ്ങനല്ല, ഫീവർ ഉള്ളപ്പോ നമ്മുടെ അടുത്ത് ആരും നോക്കാനില്ലാത്ത സമയത്തും സ്നേഹിക്കുന്നവൻ കൂടെ ഉണ്ടായിട്ട് ശ്രദ്ധിക്കാത്തപ്പോഴും അങ്ങനെയുള്ള സമയത്ത് വേണം നമ്മൾ ടാബ്ലറ്റ് കഴിക്കാൻ. ഇപ്പൊ ഞാനില്ല. എന്താ ചെയ്യുന്ന? എനിക്ക് തണുക്കുവാ. നീ തന്നെയല്ലേ പറഞ്ഞത് എത്ര ബ്ലാങ്കറ്റ് പുതച്ചാലും തണുപ്പ് പോവില്ലെന്ന്. അതുകൊണ്ടാ ഹഗ്ഗിനെക്കാളും വലിയൊരു ബ്ലാങ്കറ്റ് ലോകത്തെവിടെയും കണ്ടുപിടിച്ചിട്ടില്ല. പ്ലീസ്റ്റാ, എന്റെ പനി നിനക്കും പിടിക്കും. എന്റെ ബോഡിക്ക് റെസിസ്റ്റൻസ് പവറേ ഒരുപാട് കൂടുതലാ. റെസിസ്റ്റൻസ് പവർ. ശശി, നിനക്കറിയാൻ വയ്യാഞ്ഞിട്ടാ. ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് തവണ നിനക്ക് ഫോൺ ചെയ്തു. ഫിറ്റായി പോയതുകൊണ്ട് എനിക്ക് യാതൊരു കാര്യം ഓർമ്മയില്ല. ഫോണിനൊരു ലോക്കിട്ട് വെക്കുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ. എന്റെ ഫോൺ നീ അല്ലാതെ വേറെ ആരും എടുക്കാറില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ ലോക്കിട്ട് വെക്കുന്നേ? പണ്ട് തൊട്ടേ എനിക്കത് ശീലമില്ല. പക്ഷെ ഇപ്പോ ആ ഫോൺ വേറെ ആരുടെയോ കയ്യിലാ ഉള്ളത്. അവരാരെങ്കിലും ആ വീഡിയോ കണ്ടാ
ഒരു പക്ഷെ കാണണമെങ്കിൽ ആ ഫോൺ ഓൺ ചെയ്യണ്ടേ? രാത്രി തന്നെ ആ ഫോൺ ആരോ സ്വിച്ച് ഓഫ് ചെയ്തു. നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ പോസിറ്റീവായിട്ടൊന്ന് സംസാരിച്ചപ്പോ നീയോ ഓരോന്ന് നെഗറ്റീവായി സംസാരിച്ച് എന്നെ കൂടി വെറുതെ പേടിപ്പിക്കുക. കുറച്ചു നേരം മിണ്ടാതിരിക്കുവോ? എടാ അളിയാ, നീ പോയി ആ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്ക്. ആ പോലീസ് സ്റ്റേഷനിലെ CI നമ്മുടെ അടുത്ത ആളാ. ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. നീ പോയി എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞ പുള്ളിയോട് സംസാരിക്കേ. അപ്പൊ അയാളെ നിനക്കറിയാമല്ലേ? നീ മിണ്ടാവ്, ഞാൻ പറയുന്ന കാര്യം ചെയ്യടാ. എന്തു പറയാനാ, റോഡിലിപ്പോ കള്ളന്മാരുടെ പേട്ടയാ. നാട്ടുകാർക്ക് ഇറങ്ങി നടക്കാൻ വയ്യാതായി. എല്ലാം ഒന്ന് നോക്കിയും കണ്ട് ചെയ്യട്ടോ. ഞാൻ പിന്നീട് വിളിക്കാം. സാർ, വാ, ഇരിക്ക്. എന്താണ് വിഷയം? എന്റെ പേര് ശിവ എന്നാണ് സാർ. എന്റെ ഫോൺ കാണാതെ പോയി. ഒരു ഫോണ് കാണാതെ പോയപ്പം ഡയറക്റ്റ് ആയിട്ട് നേരെ എന്റെ ക്യാബിനിലേക്കാണോ വരുന്നത്? നിങ്ങൾ പോയി കോൺസ്റ്റബിളിന്റെ കംപ്ലൈന്റ് കൊടുക്കുക. സാർ, ഞാൻ ആ ബുള്ളറ്റ് ബോയുടെ ഫ്രണ്ടാണ് സാർ. അയാൾ സാറിന് വിളിച്ചു എന്ന് എന്നോട് പറഞ്ഞു. ബുള്ളറ്റ് ബായി? അല്ല, രാമപുരംകാരനാണോ? ആ അതെ സാർ. ഞാൻ ഫോൺ കണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. ഇതായിരുന്നല്ലേ കാര്യം? ആ ഫോൺ എനിക്ക് വളരെ അത്യാവശ്യമാണ് സാർ. അതിൽ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ വേറൊരു ഫോൺ മേടിച്ച പോരെ? ഇതൊക്കെ ലേറ്റ് ആവും. ബുള്ളക്ക് സാറിനോട് സംസാരിച്ചെന്ന് പറഞ്ഞായിരുന്നു. എന്തോന്ന് ബുള്ളക്ക് ബൈ? അയാളെന്താ ഹോം മിനിസ്റ്റർ ആണോ? ഒരു കള്ളത്തരത്തിന് അറസ്റ്റ് ചെയ്തപ്പോ എനിക്ക് കൈക്കൂലിയായിട്ട് 10,000 തന്നെ, അത്രേ ഉള്ളൂ. സാർ, പക്ഷേ ഫോൺ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഒരു കാര്യം ചെയ്യ്, അത്ര അത്യാവശ്യമാണ്, ഇതങ്ങ് എടുത്തു. സാർ, ആ ഫോൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കിട്ടിയ ഉടനെ പറയണേ. തീർച്ചയായിട്ടും ഇൻഫോം ചെയ്യാം മാഡം. ശിവ, ബുള്ളക് ബൈ ഫോൺ ചെയ്യുന്നുണ്ട്. ഹലോ, എന്താടാ, എന്ത് പറഞ്ഞു? സംസാരിച്ചോ? കുറച്ച് സമയം എടുക്കുന്നാ പറയുന്നത്. പിന്നെ സമയം എടുക്കില്ലേ? ഇതൊക്കെ അത്ര എളുപ്പമാണോ? കളഞ്ഞു പോയ ഫോൺ കണ്ടുപിടിക്കണ്ടേ? ഞാൻ വിളിച്ചാരും പറഞ്ഞായിരുന്നോ? അയാൾ എടുത്തില്ലെന്ന് എന്നോട് പറഞ്ഞേ. അതും ആള് പറഞ്ഞോ? ശരിയടാ, ശശി എന്ത് ചെയ്യുക? അവൾ ഏതു നേരം കരച്ചിലടാ. അപ്പൊ നിനക്ക് കരയാൻ തോന്നില്ലടാ? എടാ, ശരി വിട്, ഞാൻ പറയുന്ന കേക്ക്. നിങ്ങൾ കരച്ചിലൊക്കെ നിർത്തിയിട്ട് മോഷ്ടിച്ച സെക്കൻഡ് ഹാൻഡ് ഫോൺ എവിടൊക്കെ വിൽക്കുന്നുണ്ടോ, ഹൈദരാബാദിൽ എവിടൊക്കെ ഐഫോണിന്റെ ലോക്ക് അഴിക്കുന്നുണ്ടെന്നൊക്കെ തിരക്കി കണ്ടുപിടിക്കും. കിട്ടുമെന്ന് ഉറപ്പാണോ? തീർച്ചയായിട്ടും കിട്ടൂടാ. മേടിക്കുന്നവൻ സൂക്ഷിച്ചു വെച്ചാലും ഇല്ലെങ്കിലും മോഷ്ടിച്ചവൻ അത് എന്തായാലും വിൽക്കും. ഐഫോണിന്റെ ലോക്ക് കഴിക്കുന്ന നിങ്ങളുടെ വീടിന്റെ കഥ കഴിക്കുന്ന പോലെ ഈസി ആണെന്ന് വിചാരിച്ചോ? ഇതിനത്ര പ്രോസസ് ഉണ്ടെന്ന് അറിയാവോ? ഒന്നും അറിയാതെ ഇതൊക്കെ ഉപയോഗിച്ചോളും. 2000 രൂപയിൽ 10 പൈസ പറഞ്ഞാൽ പോലും ലോക്ക് ഓപ്പൺ ആകത്തില്ല. പോവാൻ നോക്ക്. നിന്റെ കടയിലെ വേറെ കട പോടോ. പറയൂ സാർ, ഏത് ഫോണിന്റെ ലോക്കാണ് അഴിക്കേണ്ടത്? ഐഫോൺ 6. ഏത് കൺട്രിയാ? ഇന്ത്യ തന്നെ. ഇന്ത്യയുടെയോ? ഇന്ത്യയുടെ ആണെങ്കിൽ പിന്നെ എന്തിനാ അഴിക്കുന്നത്? അല്ല, അങ്ങനെ ആരെങ്കിലും അന്വേഷിച്ച് വരികയാണെങ്കിൽ ഈ നമ്പറിൽ എന്നെ വിളിച്ച് പറയണം. ഇതാണ് എന്റെ നമ്പർ. ഫ്രീ ആയിട്ട് വേണ്ട, ഞാൻ കാശ് തരാം. പഴയ ഫോൺ എനിക്ക്, പുതിയ ഫോൺ നിങ്ങൾക്ക്. എക്സ്ചേഞ്ച് ഓഫർ. വരൂ, വളരെ വിലക്കുറവാണ്. വളരെ വളരെ ഇതിന് ഭയങ്കര വിലയാ. ചേട്ടാ, ഐഫോൺ 6 ഉണ്ടോ? ഐഫോൺ 7 ഉണ്ട്. രാത്രി ഒരു ഐഫോൺ 6s വന്നില്ലേ? അതൊന്ന് എടുത്ത് കാണിച്ചേ, വേഗം ഒന്ന് കാണിക്കേ. ഞാൻ മറന്നുപോയി ഭായി, കാണിക്കാം. ഇതല്ല, എന്റേത് സിൽവർ കളറാ. എന്താ, നിന്റെ ആണെന്നോ? എന്റെ ഫോൺ കളഞ്ഞുപോയി. ഈ ഷോപ്പിൽ എങ്ങനെ വിറ്റോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. നീ എന്താ കടയിൽ വന്ന് ആളെ കളിയൊക്കെ? ഇതെന്താ കള്ളക്കച്ചവടം നടത്തുന്ന കടയാന്ന് വിചാരിച്ചോ? അങ്ങനെ നല്ല ചേട്ടാ, ഞാൻ പൈസ കൊടുത്തു. പോടാ. നിന്റെ പൈസയും വേണ്ട, ഒന്നും വേണ്ട. പോടാ, പോകാൻ പറഞ്ഞില്ലടാ നിന്നോട്. ചേട്ടാ, കാശ് ഒന്ന് വാങ്ങാൻ വേണ്ടിട്ടായിരുന്നു. ഷേപ്പ് മാറ്റാളിയും. പോടാ.